യാത്രകളെന്നും മനോഹരമാണ്. അതുപോലെ പുതിയ പാഠങ്ങളും. സുദർശൻ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റഡ് പാലം. അറബിക്കടലിന് മുകളിലൂടെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിൻ്റെ നീളം 2.32 കിലോമീറ്ററാണ്. സുദർശൻ സേതു അതിൻ്റെ അമൂല്യമായ ശൈലിയാൽ വളരെ പ്രശസ്തമാണ്. ദേവഭൂമി ദ്വാരക ജില്ലയിലെ ഓഖയിൽ നിന്ന് ബേട്ട് ദ്വാരക ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഈ പാലത്തിന് അതുല്യമായൊരു ശില്പകലയുണ്ട്. ഇരുവശങ്ങളിലുമുള്ള നടപ്പാതകളിൽ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ഭഗവാൻ കൃഷ്ണൻ്റെ ചിത്രങ്ങളും അലങ്കാരികമായി കൊത്തുവച്ചിരിക്കുന്നു. കൂടാതെ നടപ്പാതയുടെ മുകളിലുള്ള ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൗരോർജ്ജ പാനലുകൾ വഴി വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പാലം ഏകദേശം 979 കോടി രൂപ ചെലവിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പാലം നിർമ്മിതമായതോടെ ദ്വാരകയും ബേട്ട് ദ്വാരകയും തമ്മിലുള്ള ഗതാഗതം വളരെ എളുപ്പമായി. യാത്രാസമയം വലിയ തോതിൽ കുറയുകയും ചെയ്തു. മുൻപ് തീർത്ഥാടകർക്ക് ബേട്ട് ദ്വാരകയിലെത്താൻ ബോട്ട് യാത്രയെ ആശ്രയമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ പ്രശസ്തമായ പാലം ദേവഭൂമി ദ്വാരകയുടെ ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമെന്ന നിലയിൽ മാറുകയാണ്. ബേട്ട് ദ്വാരക ഗുജറാത്തിലെ ദ്വാരക തീരത്തോട് ചേർന്നുള്ള ഒരു ചെറിയ ദ്വീപാണ്. കച്ച് ഉൾക്കടലിൻ്റെ മുഖപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് ക്ഷേത്രങ്ങൾ, വെളുത്ത മണൽത്തീരങ്ങൾ എന്നിവ കൊണ്ട് സമ്പുഷ്ടമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയുടെ രാജാവായിരിക്കുമ്പോൾ താമസിച്ചിരുന്ന സ്ഥലം എന്ന വിശ്വാസം ഈ ദ്വീപിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബേട്ട് എന്ന വാക്കിനർത്ഥം വരദാനം അഥവാ സമ്മാനം എന്നാണ്. ശ്രീകൃഷ്ണന് തൻ്റെ സുഹൃത്തായ സുദാമയാണ് ഈ ദ്വീപ് സമ്മാനിച്ചതെന്നും വിശ്വാസമുണ്ട്. കടലിനടിയിൽ നടത്തിയ ഗവേഷണങ്ങളിലൂടെ ഹാരപ്പൻ സംസ്കാരവും മൗര്യകാലവും വരെയുള്ള മനുഷ്യവാസക്കുറിപ്പുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. പിന്നീടുള്ള കാലങ്ങളിൽ ഈ പ്രദേശം ബറോഡയിലെ ഗായകവാഡ് വംശത്തിൻ്റെ ഭരണത്തിൽ ആയിരുന്നു. ഈ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ ക്ഷേത്രമായ കേശവാർജി ക്ഷേത്രം പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ഈ ക്ഷേത്രത്തിന് 500 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇത് വല്ലഭാചാര്യൻ ആണ് നിർമ്മിച്ചത്. കൊച്ചിയിൽ നിന്നും ദ്വാരകയിലേക്കുള്ള സൈക്കിൾ യാത്രയിലാണ് ഈ മനോഹരമായ പാലം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. യാത്രകളെന്നും മനോഹരമാണ്. യാത്രകൾക്ക് ശേഷമുള്ള ഓർമ്മകളിലാണ് ആ യാത്രകൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പുതിയ തുടക്കങ്ങൾക്ക് നാന്ദി കുറിക്കുന്നു എന്ന് മാത്രം. എല്ലാവർക്കും പുതിയ തുടക്കങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.